ഹലോ കുട്ടികളെ, അപ്പോൾ നമുക്കറിയാം +1 മാത്സ് എക്സാം എത്തി. നാളെ മാത്സ് എക്സാം ആണ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സെറ്റ്സും ലീനിയർ ഇനീക്വാളിറ്റിയും. ഓക്കെ, അതിൽ ലീനിയർ ഇനീക്വാളിറ്റി എന്ന ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമുക്ക് മേ ബി ലീനിയർ ഇനീക്വാളിറ്റി എന്നൊരു ചാപ്റ്റർ കുറച്ച് ടഫാക്കാനുള്ള സാധ്യതയുണ്ട്. ടഫല്ല, അതിൽ നിന്ന് ഒരു ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ ചെയ്യാം? കാരണം അതിൽ വരാൻ പറ്റുന്ന വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. 100% ഇത് വരുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എക്സാം ടഫാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ഇടാം. ടഫാക്കിയാൽ ആസ് യൂഷ്വൽ ചോദിക്കുന്ന പോലെ തന്നെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനും പിന്നെ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ വർഷം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നുകിൽ ഇനീക്വാളിറ്റി തന്നെ സോൾവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ രണ്ടും നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അത് കൂടാതെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇനീക്വാളിറ്റി തന്നെയാണ്, പക്ഷെ സാധാരണ രീതിയിൽ തരാതെ ഇങ്ങനെ തരും. എന്നിട്ട് ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയും. മോഡുലസ് എന്ന രീതിയിൽ തരും. ഇങ്ങനെ തന്നിരുന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യും. വളരെ ഈസിയാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഈ +1 കഴിഞ്ഞ മാത്സിലും കണ്ടത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെറുതായിട്ടൊന്ന് കോൺസെപ്റ്റ് മാറ്റുന്നേ ഉള്ളൂ. ഇവിടെയും ജസ്റ്റ് സോൾവിങ്ങിന്റെ കോൺസെപ്റ്റ് മാറുന്നത് മാത്രമല്ല, ഭയങ്കര സിമ്പിളായി ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഒരു 5 മിനിറ്റ് എടുത്ത് ഈ വീഡിയോ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമില്ല. ജസ്റ്റ് നോക്കിയിട്ട് പോകാം. വന്നാൽ നമുക്ക് ലോട്ടറി അടിച്ച്. ഓക്കെ, ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നാൽ മോഡ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മോഡിനകത്തുള്ള ആൾ ആദ്യം x-1 ≤ 5 എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഓർ നിങ്ങൾ -(x-1 ≤ 5 എന്ന് ഇക്വേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, എക്സിന് ഇപ്പുറത്തുള്ള ആള് 5-നും -5-നും ഇക്വേറ്റ് ചെയ്ത് കളയരുത്. അങ്ങനെ ആൻസർ കിട്ടത്തില്ല. വേരിയബിൾ എവിടെയാണോ മോഡിന്റെ അകത്ത് കിടക്കുന്ന ആള് പോസിറ്റീവിനും നെഗറ്റീവിനും ഇക്വേറ്റ് ചെയ്യണം. ഇനീക്വാളിറ്റി വന്നാൽ എങ്ങനെയും ചെയ്യാം. ഇനീക്വാളിറ്റി വന്നാൽ മോഡിനകത്തുള്ള ആള് പോസിറ്റീവിനും നെഗറ്റീവിനും നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇയാൾ പോസിറ്റീവും അയാൾ നെഗറ്റീവോ. ഇതാ മീനും -1 അപ്പുറത്തും എന്തായിട്ട് മാറൂടാ? x ≤ 6. ക്ലിയർ. ഇനി നെഗറ്റീവ് അകത്തോട്ട് കേട്ടാ, അപ്പം -x +1 ≤ 5. ഈ 1 അപ്പുറത്ത് പോകുമ്പോഴോ -x ≤ 1 അപ്പുറത്ത് പോകുമ്പോൾ 5 - 1 4 ആവും അല്ലേ? 4 5 - 1 4. ഇനി നമുക്കറിയാം വേരിയബിളിന് എന്താണ് നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എക്സിന്റെ കോയിഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. ഇനീക്വാളിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി തിരിയും. അപ്പോൾ > 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4. സോ ഈ രണ്ട് കേസും കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ വാല്യൂ എവിടെ കിടക്കും കുട്ടികളെ? എക്സിന്റെ വാല്യൂ r-നെക്കാളും ചെറുതും പിന്നെ ആരെക്കാളും വലുതുമാണ്ട -4-നെക്കാളും വലുതുമാണ്. ഇത് എഴുതാൻ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാലോ. സിമ്പിൾ അല്ലേടാ? അപ്പൊ ഇത് നമുക്ക് പഠിക്കാലോ, ഇത് വന്നാൽ ചെയ്യാലോ. ഇത്രയും സിമ്പിളുള്ള ക്വസ്റ്റ്യൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ നിസ്സാരം. ഓക്കെ, പക്കായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ശ്രദ്ധിച്ചോളുക. കാരണം ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യനാ. ഇത് വന്നിരിക്കും. കാരണം വളരെ ബേസിക് കോൺസെപ്റ്റ് ചേഞ്ച് ആവുന്നുള്ളൂ. വരാനുള്ള നിങ്ങൾക്ക് എന്നെ കണ്ടെന്ന് തോന്നുന്നില്ലേ വരാനുള്ള സാധ്യത ഉണ്ടെന്ന്? ക്വസ്റ്റ്യൻ ടഫാണെന്ന് വെച്ചാൽ ടഫും അല്ല, ഈസിയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല. ഇനി നിങ്ങൾക്ക് അറിയാം. ക്ലിയർ ആണേ? അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലായോ നോക്കാൻ വേണ്ടി ഇനി ഇതിന് നമ്പർ ലൈനും കൂടെ വരയ്ക്കാൻ പറയാം. അപ്പൊ നമ്പർ ലൈൻ നിങ്ങൾ എന്ത് ചെയ്യാ? റിയൽ നമ്പർ വരയ്ക്കുക. വൃത്തിയായിട്ട് വരച്ചോ. ഓക്കെ, റിയൽ നമ്പർ എന്ത് ചെയ്യുക? നമ്പറിലെ ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറയും. ഏതാ? -4 to 6 വരെ. ഇത് -4 എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് -4, ഇത് 6 എന്ന് വിചാരിച്ചോ. -4 to 6 വരെ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് അങ്ങ് വിടുക. കാരണം ഓപ്പൺ ബ്രാക്കറ്റ് ഒന്നും തന്നെ ഇല്ല അല്ലെ? ഓപ്പൺ ബ്രാക്കറ്റ് ഒന്നും തന്നെ ഇല്ല. നന്നായിട്ട് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത്. ഇതാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? സംശയമൊന്നുമില്ലോ? അപ്പൊ നമ്പർ ലൈൻ റെപ്രസെന്റേഷൻ എല്ലാവർക്കും അറിയാം. അതിലോട്ട് കിടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. സിമ്പിൾ. രണ്ടും എന്താണ്? ക്ലോസ് തന്നെയാണ്. കാരണം അത് മുതൽ അതുവരെ രണ്ടിടത്തും ഈക്വലിറ്റി ഉള്ളതുകൊണ്ടാ. ഇവിടെ ഈക്വലിറ്റി ഇല്ലെങ്കിൽ ഈക്വലിറ്റി ഇടണ്ട, ഈക്വലിറ്റി ഉണ്ടെങ്കിൽ ഈക്വലിറ്റി ഇടണം. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇത് മനസ്സിലായോ എന്ന് ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യണേ. എക്സിന്റെ ലിമിറ്റ് ചെയ്തെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. പക്ക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ കുട്ടികളും പഠിക്കട്ടെ. കാരണം ഒന്നും അറിയാത്ത കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ വന്നാൽ ഷൂറായിട്ട് 2 മാർക്ക് കിട്ടുമല്ലോടാ. അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കേ. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലായി. എന്നാൽ ടഫല്ല, എന്നാൽ വന്നാൽ ടഫാണ്. ട്വിസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കാണുക. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ കാണുക. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക കേട്ടോ. അപ്പൊ ഇതും കൂടെ പഠിച്ചിട്ട് പോയാൽ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻസും ഇന്ന് തരുന്ന ഈ ക്വസ്റ്റ്യൻസും പിന്നെ വൈകുന്നേരം നിങ്ങൾക്ക് നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഇതെല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തരും. അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ മാർക്കിന്റെ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പൊളിച്ചിട്ട് വാ.